ഇപ്പോൾ എന്തിനും AI ടൂൾസാണ് യൂസ് ചെയ്യുന്നത്. കണ്ടന്റ് റൈറ്റ് ചെയ്യാനും വെബ്സൈറ്റിൽ ആർട്ടിക്കിൾസ് എഴുതാനും essays എഴുതാനും അസൈൻമെന്റ് എന്തിനും നമ്മൾ ചാറ്റ് GPT യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ എഴുതാറ്. സോ ഈ ചാറ്റ് GPT അതുപോലെ AI ടൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് AI ജനറേറ്റഡ് ഒരു ടെക്സ്റ്റ് ആണ്. എഴുതിയിരിക്കുന്നത് AI ആണെന്നുള്ളത് കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അതായത് അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു AI ജനറേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കുറെ വെബ്സൈറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമുക്ക് ഈ വായിക്കുന്ന സമയത്ത് തന്നെ പല വേർഡ്സ് കാണുമ്പോൾ ചാറ്റ് GPT എഴുതിയാണെന്ന് മനസ്സിലാവും. കാരണം മനുഷ്യന്മാർ അങ്ങനെ വേർഡ്സോ അങ്ങനത്തെ ഒരു പാറ്റേൺ ഒന്നും അല്ല യൂസ് ചെയ്യുക. സിമ്പിൾ എക്സസൈസും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ പ്രൊഫഷണലി ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഈ ചാറ്റ് GPT യൂസ് ചെയ്ത് എഴുതുമ്പോൾ ചാറ്റ് GPT ആണ് AI വെച്ചിട്ടാണ് എഴുതിയിരിക്കണം എന്നുള്ളത് ഒരു പ്രശ്നമായി മാറാറുണ്ട്. സോ ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയ അടിപൊളി വെബ്സൈറ്റ് ആണ് ഞാൻ വന്നിരിക്കുന്നത്. യെസ്, നമ്മൾ AI ജനറേറ്ററിൽ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു എഴുത്തിനെ നേരെ ഒരു ഹ്യൂമനൈസ്ഡ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി വെബ്സൈറ്റ്. യെസ്, ഒരു മനുഷ്യന്മാർ എഴുതുന്ന കോളത്തിലേക്ക് ആ ഒരു നമ്മൾ കൊടുത്തുള്ള AI ജനറേറ്റഡ് ടെക്സ്റ്റ് മാറുന്നതാണ്. നമ്മൾ AI വെച്ച് ചെയ്ത സാധനം AI ജനറേറ്റഡ് ആണെന്ന് മറ്റുള്ളവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറെ വെബ്സൈറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. GPT-0, 0GPT, Turnitin, കുറെ വെബ്സൈറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ അതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പേര് വരുന്നത് ബൈപാസ് GPT. സോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു AI ടെക്സ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് GPT ഓപ്പൺ ചെയ്യാണ്. അതിലൊരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ടെക്നോളജി ഇൻ ഇന്ത്യ ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ആയിട്ട് വരും. അത് കംപ്ലീറ്റ്ലി AI ആയിരിക്കും. സോ ഞാനത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ബൈപാസ് GPTയിൽ ഓപ്പൺ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ബൈപാസ് GPT എന്ന് സെർച്ച് ചെയ്യണം. ബൈപാസ് GPT സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ റിസൾട്ട് വരും bypassgpt.ai. ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ സ്ക്രീനിലായിട്ട് ഒരു ബ്ലാങ്ക് സ്പേസ് വരും. അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഹ്യൂമനൈസ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ആ ഒരു ചാറ്റ് GPTയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു AI ടെക്സ്റ്റ് ഫയൽ കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമൻ റൈറ്റ് ഫോമിലേക്ക് ഒരു മനുഷ്യൻ എഴുതിയ കോളത്തിലേക്ക് ആ ഒരു ടെക്സ്റ്റ് മാറുന്നതാണ്. ഹ്യൂമൻ എഴുതുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫോർമാറ്റിലേക്ക് മാറും. മാത്രമല്ല ചില വേർഡ്സൊക്കെ മാറ്റിയിട്ട് നല്ലൊരു കൃത്യമായിട്ടുള്ള നോർമലി ഹ്യൂമൻസ് യൂസ് ചെയ്യുന്ന വേർഡ്സ് യൂസ് ചെയ്യും. അതുപോലെ എന്തെങ്കിലും കോപ്പിറൈറ്റ് പോലത്തെ കണ്ടൻറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് പ്ലാഗിസം ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമുക്ക് തരുന്നതാണ്. ഒരു AI ചെക്കിങ് വെബ്സൈറ്റുകൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് ഒരു AI ജനറേറ്റർ ആണ്, AI ക്രിയേറ്റഡ് ആണെന്നുള്ള കാര്യം. സോ നമുക്ക് ബൈപ്പാസ് ചെയ്ത ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫൈനൽ റിസൾട്ട് അത് ഞാൻ കോപ്പി ചെയ്തിട്ട് AI ചെക്കിങ് വെബ്സൈറ്റുകൾ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു, അതിലൊക്കെ ഇട്ട് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഒന്ന് രണ്ടെണ്ണം ഞാൻ കാണിച്ചു തരാം. അതിലൊക്കെ കൊടുക്കുന്ന സമയത്ത് AI അല്ല മറിച്ച് ഹ്യൂമൺ എഴുതിയാണെന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് കാണാനായിട്ട് പറ്റുന്നതാണ്. സോ ബൈപാസ് GPTയിൽ വരുന്ന ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അൺഡിറ്റക്റ്റബിൾ AI ഡിറ്റക്ടർ, AI ഹ്യൂമനൈസർ, പ്ലാഗിസം റിമൂവർ ആൻഡ് എസ്സേ ജനറേറ്റർ. ഈ ഒരു 4-5 ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫീച്ചറായ അൺഡിറ്റക്റ്റബിൾ AI യൂസ് ചെയ്യുന്നത് AI ഡിറ്റക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ കൊടുത്ത ആ ഒരു ടെക്സ്റ്റിനെ AI ജനറേറ്റ് ടെക്സ്റ്റിനെ മറ്റുള്ള AI ഡിറ്റക്ടേഴ്സ് ഒന്നും കണ്ടുപിടിക്കാത്ത രീതിക്ക് കംപ്ലീറ്റ്ലി ബൈപ്പാസ് ചെയ്ത് തരുന്നതാണ്. GPT-0, 0GPT, Turnitin, ഒറിജിനാലിറ്റി AI അങ്ങനെ പല വെബ്സൈറ്റുകളുണ്ട് AI ഡിറ്റക്ടേഴ്സ് ആയിട്ട്. അവർക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. AI ഡിറ്റക്ടർ എന്ന രണ്ടാമത്തെ ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ കയ്യിലൊരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, AI ജനറേറ്റഡ് ആയിരിക്കും, എവിടെ നിന്നൊക്കെ ഒരു ടെക്സ്റ്റ് ഫയൽ അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അതൊരു ചാറ്റ് GPT അല്ലെങ്കിൽ AI ജനറേറ്റഡ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫീച്ചറാണ് AI ഡിറ്റക്ടർ എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന AI ഹ്യൂമനൈസർ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പേസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ജനറേറ്റഡ് ഫോമിലേക്ക് ആ ഒരു ടെക്സ്റ്റ് ഫയൽ മാറുന്നതാണ്. പിന്നീട് വരുന്നത് പ്ലാഗറിസം റിമൂവർ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ട്, നമ്മൾ വെബ്സൈറ്റിൽ നിന്നൊക്കെ കോപ്പി ചെയ്തൊരു ഒരു ആർട്ടിക്കിളാണെന്ന് വയ്ക്കും, അത് നേരെ അതിൽ പേസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം കണ്ടൻറ്റ് ഓഫ് ആർട്ടിക്കിൾ വേറൊരു രീതിക്ക് നമുക്ക് അതിൽ എഴുതി തരും. നമുക്ക് മറ്റൊരു കണ്ടൻറ്റ് കോപ്പി എടുക്കാൻ വേണം, എന്നാൽ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ പാടില്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്ലാഗറിസം റിമൂവർ വെച്ചിട്ട് ഒരു വേറൊരു ഫോമിലേക്ക് നമുക്ക് കിട്ടിയ ഒരു ടെക്സ്റ്റ് ഫയലിനെ മാറ്റാവുന്നതാണ്, അതായത് യുണീക്കായ രീതിക്ക്. ആൻഡ് ഫൈനലി എസ്സേ ജനറേറ്റർ. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നത് സെയിം ചാറ്റ് GPT പോലെ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അത് ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ AI എഴുതുന്ന പോലെയല്ല, ഒരു ഹ്യൂമൻ എഴുതുന്ന പോലെ രീതിക്കുള്ള ഒരു എസ്സേ കാര്യങ്ങൾ അതും എന്താണോ വേണ്ടത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് വരുന്നതാണ്. ആദ്യം ചാറ്റ് GPT വെച്ച് ക്രിയേറ്റ് ചെയ്ത് പിന്നീട് അത് കോപ്പി ചെയ്ത് ബൈപാസ് GPT കൊണ്ട് ചെയ്ത് വീണ്ടും ഹ്യൂമനൈസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് പ്രോംപ്റ്റ് എന്താണോ വേണ്ടത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ റൈറ്റ് ഫോർമാറ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതെ ഇത്ര ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ബൈപാസ് GPTയിലുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ കംപ്ലീറ്റ്ലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആപ്പ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ആയിട്ടുള്ള സർവീസാണ് കൊടുക്കുന്നത്. നമുക്ക് നോർമലി ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അതിൻ്റെതായ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇത്ര വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എസ്സേയിൽ, അങ്ങനെയൊക്കെ കുറച്ചുണ്ട്. ആൻഡ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പ്രൊഫഷണലി ഇതൊരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഇതിന് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അത്രയും വർത്തായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം
എന്തായാലും ഒരു അടിപൊളി വെബ്സൈറ്റ് തന്നെയാണ് ഈ ബൈപ്പാസ് GPT എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.